നമസ്കാരം, ഞാൻ ഡോക്ടർ എം എസ് സുനിൽ. വെൽക്കം ടു മൈ ടോക്സ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ നല്ലതിനെ കണ്ടാൽ നല്ലതെന്ന് പറയാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാണ്. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണുകയും നെഗറ്റീവ്സ് ആയിട്ട് കാണും. അപ്പോൾ പക്ഷേ നമ്മളെപ്പോഴും പോസിറ്റീവിനെ കാണാതെ നെഗറ്റീവിനെ മാത്രം കാണുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വീട് ചെയ്ത, അല്ലെങ്കിൽ ഒരാൾക്കൊരു ഒന്നുമില്ലാതെ, നമുക്കറിയാം നമ്മളെപ്പോഴും ചെയ്യുന്നത് കുടിലിൽ കിടക്കുന്ന, ഷെഡിൽ കിടക്കുന്ന, ഏറ്റവും മോശമായ കണ്ടീഷനിൽ യാതൊരു വാതിലുകളോ ജനലുകളോ ഒന്നും ഇല്ലാതെ, ബാത്റൂം പോലും ഇല്ലാതെ, അതായത് കിടക്കാനുള്ള സ്പേസ് പോലും ഇല്ലാത്ത ആൾക്കാർക്കാണ് വീട് ചെയ്തത്. അപ്പം അങ്ങനെയുള്ളൊരു ഫാമിലിക്കായിട്ട്, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള ഒരു ഫാമിലിക്കായിട്ട് ഞാൻ വീട് നിർമ്മിച്ചു. അപ്പോൾ അതിനകത്ത് 3 ബെഡ്റൂം, അതുപോലെ ഒരു ബാത്റൂം, ഹോള്, കിച്ചണ്, സിറ്റ് ഔട്ട്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉള്ള നല്ലൊരു വീടാണ്. അപ്പോൾ അത് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ആ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ വീട് കാണാനായിട്ട് കാണുകയും മൊത്തം കണ്ടു. അതിൻ്റെ മുകളിലത്തെ നിലയിലും ഒക്കെ പോയി കണ്ട് എല്ലാമായി. ഒന്നും പറയുന്നില്ല, നല്ലതാണെന്നോ അല്ലെങ്കിൽ എന്നുവെച്ചാൽ മനോഹരമായ വെസ്റ്റേൺ സ്റ്റൈലിൽ വെച്ചൊരു വീടാണ്. നമുക്ക് കുറച്ച് തുക, അതായത് ഒരാൾ തന്ന ഒരു 6 ലക്ഷം രൂപ കൊണ്ടാണ് ഞാൻ ആ ഒരു വീട് നിർമ്മിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കാണുന്നവരെല്ലാം പറയുന്നുണ്ട്, ഈ തുകയ്ക്ക് എങ്ങനെയാണ് വീട് വെച്ചത്. സ്പോൺസർ ചോദിക്കുന്നുണ്ട്, ഈ തുകയ്ക്ക് എങ്ങനെയാണ് ഈ മനോഹരമായ വീട് ടീച്ചറിന് ചെയ്യാൻ സാധിക്കുന്നത് പറഞ്ഞപ്പോൾ ആ ഒരു കണ്ടീഷൻ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഇതെല്ലാം കണ്ടെല്ലാം കഴിഞ്ഞ് ഒന്നും പറയുന്നില്ല. അവസാനം എന്നോട് പറഞ്ഞു, ടീച്ചറെ ഇതിനകത്ത് ഒരു ബാത്റൂം അല്ലേ ഉള്ളൂ, ഒരു ബാത്റൂം കൂടെ വേണ്ടായിരുന്നോ, അത്യാവശ്യമായിരുന്നു ഒരു ബാത്റൂം കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ഇത് തന്നെ ചെയ്യാനുള്ള പൈസ അതിന് തികയത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ 2 ബാത്റൂം? സാറ് ആ കുടിലോട്ട് നോക്കുകയും അവർ താമസിച്ച കുടില് തടിപ്പുറത്ത് നിൽപ്പോണ്ട് ആ കുടിലിൽ ബാത്റൂം പോയിട്ട് അവർക്ക് കിടക്കാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നിന്ന് 3 മുറികളും അടുക്കളയും ഹോളും ബാത്റൂമും സിറ്റ് ഔട്ടും ഒക്കെ ഉള്ള ഒരു വീട് പണിതിട്ട് ഇതിനകത്ത് ബാത്റൂം ഇല്ലാതെ, 2 ബാത്റൂം ഇല്ലാതെയല്ല 2 ബാത്റൂം വേണമെന്ന് സാറ് പറയുമ്പോൾ എങ്ങനെയാണത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പം പിന്നെ പുള്ളി ഇത് തന്നെ അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുകയാണ്, ഒരു ബാത്റൂം കൂടെ വേണ്ടത്. ശരിക്കും അതിന് ഞാൻ പറഞ്ഞു, ഇവിടെ സ്പേസ് ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ഒരു ബാത്റൂം കൂടി ചെയ്യാനുള്ള സ്പേസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് അവരുടെ കുട്ടികൾ പഠിച്ച് മിടുക്കരായിട്ട് നല്ല ജോലി സമ്പാദിച്ചതിന് ശേഷം അവർക്ക് വേണേൽ ചെയ്യാം. അതല്ലെങ്കിൽ രക്ഷകർത്താക്കളായ അവർക്ക് ജോലി ചെയ്യുക, മടിയന്മാരാകാതെ അവരെ ഞാൻ സുരക്ഷിതരാക്കി നല്ല മനുഷ്യരെ പോലെ, മറ്റുള്ളവരെ പോലെ, ചുറ്റുമുള്ള ആൾക്കാരെക്കാട്ടും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു കണ്ടീഷൻ ഒരുക്കി കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എന്നുവെച്ചാൽ ഞാൻ ചെയ്ത വീട് അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം ഒരു നെഗറ്റീവും കണ്ടുപിടിക്കാത്തത് കൊണ്ട് പോയി കണ്ടുപിടിച്ചൊരു കാര്യമാണ് 2 ബാത്റൂം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട്. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക, അവരവരുടെ വഴിക്ക് അവരെ വിടുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ നല്ലതിനെ നല്ലതായി കാണുകയും മോശമായ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം മോശമായെന്ന് പറയുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോടൊന്ന് ആശംസിക്കാനല്ലേ പറയാനുള്ളൂ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ബൈ.